കേരളത്തിന്റെ അഭിമാന സ്തംഭമായിരുന്ന ആരോഗ്യ മേഖല ഇന്ന് ഗുരുതരമായ പ്രതിസന്ധികളെയും ഭരണപരമായ അനാസ്ഥകളെയും നേരിടുകയാണെന്ന വസ്തുത നിയമസഭയിലെ ചോദ്യോത്തര വേളകൾ വ്യക്തമാക്കുന്നു. ജനകീയാരോഗ്യ പദ്ധതികളുടെ കുടിശ്ശിക മുതൽ പകർച്ചവ്യാധി പ്രതിരോധത്തിലെ വീഴ്ചകൾ വരെ MLAമാർ ഉന്നയിക്കുന്ന കാതലായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ ആരോഗ്യ വകുപ്പ് ഒഴിഞ്ഞു മാറുന്നത് ജനാധിപത്യപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം കൂടിയാണ്. വിവരം ശേഖരിച്ചു വരുന്നു എന്ന സ്ഥിരം പല്ലവിയിൽ ഒതുങ്ങുന്ന ഉത്തരങ്ങൾ അർഹമായ ചികിത്സ ലഭിക്കാതെ വലയുന്ന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ്. ഭരണപരമായ സുതാര്യതയും കൃത്യമായ കണക്കുകളും ലഭ്യമാകാത്തത് ആരോഗ്യരംഗത്തെ ആസൂത്രണത്തെ പോലും ബാധിക്കുന്നുണ്ടെന്ന് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ അനാസ്ഥകൾ വ്യാപക ചർച്ചയാകുന്നതിനിടെ നിയമസഭയിൽ ആരോഗ്യമന്ത്രിയുടെ ഉത്തരം കാത്തുകിടക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ്. ആശുപത്രികളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചും ഭരണപരമായ വീഴ്ചയെക്കുറിച്ചും നിയമസഭയിൽ ഉയർന്ന ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും മന്ത്രി മറുപടി നൽകിയിട്ടില്ല. 15ാം കേരള നിയമസഭയുടെ 14-15 സെക്ഷനുകളിൽ MLAമാർ ഉന്നയിച്ച ഭൂരിഭാഗം ചോദ്യങ്ങളും ഉത്തരമില്ലാത്തവയായി തുടരുകയാണ്. വിവരം ശേഖരിച്ചു വരികയാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മറുപടി. ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ കൃത്യമായ മറുപടി നൽകാതെ മന്ത്രി വീണ ജോർജ് നിയമസഭയെ തന്നെ അവഹേളിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. വിവിധ പദ്ധതികൾ പാതി വഴിയിലാണ്, പകർച്ചവ്യാധികൾ പെരുകുന്നു, ചികിത്സാ പിഴവുകൾ വർദ്ധിക്കുന്നു, എന്നിട്ടും കൃത്യമായ വിവരം ലഭിക്കാതെ മന്ത്രി ഒളിച്ചു കളിക്കുകയാണെന്നും VD സതീശൻ എടുത്തു പറഞ്ഞു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ഹൃദ്യം, സുഹൃതം തുടങ്ങിയ സൗജന്യ ആരോഗ്യ പദ്ധതികളിൽ സർക്കാർ വിവിധ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക എത്രയാണെന്ന് നിയമസഭയിൽ ചോദിച്ചതിന് മന്ത്രിക്ക് ഉത്തരമില്ല. കുടിശ്ശിക മൂലം പല സ്വകാര്യ ആശുപത്രികളും ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യം നിലനിൽക്കെയാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാതിരിക്കുന്നത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി സ്വകാര്യ ആശുപത്രിക്ക് നൽകാനുള്ള കുടിശ്ശിക 1600 കോടിയിലധികം രൂപ കവിഞ്ഞതോടെ പദ്ധതി പ്രതിസന്ധിയിലാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സാ പദ്ധതി കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് കുടിശ്ശിക വർദ്ധിച്ചത്. സ്വകാര്യ ഡയാലിസിസ് സെന്ററുകളുമായുള്ള കുടിശ്ശിക തർക്കങ്ങളും പൂർണ്ണമായി പരിഹരിക്കാൻ സർക്കാരിനായിട്ടില്ല. ഹൃദയ ശസ്ത്രക്രിയകളും പ്രതിസന്ധിയിലാണ്. കുടിശ്ശികയ്ക്ക് കണക്കില്ല. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക എത്രയാണെന്ന് MLA ചോദിച്ചിട്ടും അതിനൊന്നും ഉത്തരവില്ല. ഉപകരണങ്ങളുടെ അഭാവം മൂലം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നതും ഡോക്ടർമാർ രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം പിരിച്ച് ഉപകരണം വാങ്ങുന്നതും സഭയിൽ ചോദ്യങ്ങളായി ഉയർന്നു വന്നു. കൃത്യമായ ഉത്തരം ആരോഗ്യ വകുപ്പ് നിയമസഭയിൽ സമർപ്പിച്ചിട്ടില്ല. കുടിശ്ശിക മാസങ്ങൾ പിന്നിട്ടതോടെ മെഡിക്കൽ കോളേജുകൾക്ക് വിതരണം ചെയ്ത ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2024 മെയ് മുതലുള്ള 188 കോടി രൂപ കുടിശ്ശികയിൽ 28 കോടി രൂപ മാത്രമാണ് സർക്കാർ നൽകിയതെന്നാണ് വിതരണക്കാരുടെ ആരോപണം. ഇനി ചികിത്സാ പിഴവുകളിലെ അന്വേഷണത്തെക്കുറിച്ചാണ്. നടപടി സംബന്ധിച്ച് അതിനും വിവരമില്ല. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ പിഴവ് മൂലം മരിച്ചവരുടെ എണ്ണവും ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെയും നടപടി സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ നിയമസഭയിൽ ഉയർന്നെങ്കിലും അതിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് 45-ലേറെ അന്വേഷണങ്ങൾക്കാണ് ആരോഗ്യ വകുപ്പ് ഉത്തരവിട്ടിരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങളും മരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകളും സംബന്ധിച്ച ചോദ്യത്തിന് നിയമസഭയിൽ ആരോഗ്യമന്ത്രി കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് 7 പേരായിരുന്നു. എലിപ്പനി മൂലവും നിരവധി പേർ മരിച്ചിരുന്നു. തെരുവുനായയുടെ കടിയേറ്റുള്ള മരണങ്ങളും വാക്സിന്റെ ഗുണനിലവാരവും സംബന്ധിച്ച ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിട്ടില്ല. ആരോഗ്യരംഗത്തെ പിഴവുകൾ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഗൗരവമേറിയ വിഷയമാണ്. പല പദ്ധതികളുടെയും കുടിശ്ശിക തീർക്കാത്തത് സ്വകാര്യ ആശുപത്രികളുടെ സഹകരണം ഇല്ലാതാക്കുകയും പാവപ്പെട്ട രോഗികളെ വഴിയാത്രമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നത് മന്ത്രിയുടെ കടമ മാത്രമല്ല, ജനങ്ങളോടുള്ള മറുപടി കൂടിയാണത്. വിവരങ്ങൾ മറച്ചുവെക്കുന്നതും നടപടികൾ വൈകിപ്പിക്കുന്നതും ആരോഗ്യ വകുപ്പിന്റെ വിശ്വാസ്യത തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ. കൃത്യമായ കണക്കെടുപ്പിലൂടെയും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളിലൂടെയും മാത്രമേ കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെ സംരക്ഷിക്കാൻ സാധിക്കൂ. അടിയന്തരമായ കുടിശ്ശികകൾ തീർക്കാനും ചികിത്സാ ഗുണനിലവാരം ഉറപ്പാക്കാനും സർക്കാർ മുൻകൈ എടുക്കണം.